കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്ററായ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്? ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആ ഒരു ടാസ്കിനെ നിയന്ത്രിക്കുന്നതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ അസംബിൾ ചെയ്യുമ്പോൾ ആ കാറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ പാർട്സിൻ്റെയും എന്ത് ചെയ്യും, ക്വാളിറ്റി ചെക്ക് ചെയ്യും. അതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ വരുന്നൊരു എക്സാമ്പിൾ. Quality management is the act of overseeing all activities and tasks needed to maintain desired level of excellence. It makes sure that a product or service is consistently good and meets customer needs. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് KPI. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കമ്പനി അവരെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്ന ഒരു വാല്യൂവിനെയാണ് പറയുന്നത് KPI. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതിമാസ കസ്റ്റമറിൻ്റെ എണ്ണത്തിൻ്റെ നിരക്ക്, അങ്ങനെ അത്തരത്തിലുള്ളൊരു വാല്യൂ കണക്കാക്കുന്നത് ഒരു കമ്പനിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കണക്കാക്കുന്ന ഒരു വാല്യൂ ആണ് KPI. KPI stands for Key Performance Indicator. It is a measurable value that demonstrates how effectively a company is achieving key business objectives. They help organizations track progress towards their goals. For example, a sales team a KPI might be monthly revenue growth. അവരുടെ ഗ്രോത്തിൻ്റെ റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് പുതിയത് വന്നതിൻ്റെ റേറ്റ് ആയിരിക്കാം. ഇതൊക്കെയാണ് KPIയുടെ എക്സാമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്, ഒരു മെഷർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. എന്താണ് മെത്തേഡ്? അതായത് ഹയസ്റ്റ് നമ്പറും ലോവസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കോർ, പരീക്ഷയിൽ കിട്ടിയ മാർക്കിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90, 70, 50, 10 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറക്കുമ്പോൾ 90 - 10 80 അതാണ് റേഞ്ച്. അപ്പോൾ അതൊരു മെത്തേഡാണ്, ഒരു സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. റേഞ്ച് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ എ സെറ്റ് ഓഫ് ഡാറ്റ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ സ്റ്റോക്ക് എത്ര വെക്കണം, എത്ര എടുക്കണം, അടുത്ത സ്റ്റോക്ക് എടുക്കാറായോ, അങ്ങനെ അത്തരത്തിൽ നോക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ എത്ര ഐറ്റംസ് സ്റ്റോക്ക് വെക്കണം, അങ്ങനെ സ്റ്റോക്കിങ്ങിൻ്റെ ഒരു ഒരു പ്രോസസ്സാണ് ഇത് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി കൺട്രോൾ ഈസ് എ പ്രോസസ് ഓഫ് മാനേജിങ് ദ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്, ഗൂഡ്സ് ആൻഡ് പ്രോഡക്ട്സ്. ദ മെയിൻ ഗോൾ ഈസ് ടു നോ ഹൗ മച്ച് സ്റ്റോക്ക് ടു ഹോൾഡ് ആൻഡ് വെൻ ടു റീഓർഡർ ടു മിനിമൈസ് സ്റ്റോറേജ് കോസ്റ്റ് ആൻഡ് അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട്സ്. Example, using software to track every item in a warehouse, ensuring only the needed amount is ordered. ഇപ്പോൾ കൂടുതൽ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയർ ഹൗസിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു ചിട്ടപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് ഇൻവെൻട്രി കൺട്രോൾ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻവെൻട്രി കൺട്രോൾ. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് പല പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും അതിൻ്റെ സാധനങ്ങൾ അസംബ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് എന്ത് വർക്ക് സ്റ്റേഷൻസ്, എക്യുപ്മെൻറ്റ്സ്, സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് രീതിയാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ അസംബ്ലി ലൈൻ ഉണ്ടാവും. അതായത് ചേസസ് ആദ്യം ഉണ്ടാക്കും, പിന്നെ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും, വെൽഡിങ്ങിലേക്ക് കടക്കും, പിന്നെ പെയിൻറ്റിങ്ങിലേക്ക് കടക്കും, പിന്നെ എൻജിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റേഷനിൽ കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു സ്റ്റേഷനിൽ പോയിട്ടാണ് ഫൈനലി ആണ് അതൊരു പ്രൊഡക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിനെയാണ് പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറയുന്നത്. സോ എ പ്രൊഡക്റ്റ് ലേ ഔട്ട് ഈസ് ഓൾസോ കോൾഡ് അസംബ്ലി
assembly line layout is a facility arrangement where workstations and equipment are arranged in a sequence according to the steps required to manufacture a specific product. This is suitable for mass production. Example, standard car manufacturing assembly line where chassis move sequentially through welding, painting and engine installation stations. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് MRP. MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് പ്ലാനിങ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാനിങ് വേണം. അതിന് എത്ര മെറ്റീരിയൽസ് വേണം, കമ്പോണൻസ് വേണം, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് വേണ്ടി വരും ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ. അപ്പോൾ അതിനെയാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് കാൽക്കുലേറ്റ്സ് ദ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് നീഡഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഇറ്റ് ഹെൽപ്സ് കമ്പനി മാനേജ് മാനുഫാക്ചറിങ് പ്രോസസ്സസ് എൻഷുറിങ് ദാറ്റ് ദ റൈറ്റ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ അറ്റ് ദി റൈറ്റ് ടൈം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MRP സിസ്റ്റം എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് തരും? ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കുമ്പോൾ എത്ര വീൽസ് വേണം, എത്ര സീറ്റ് വേണം, എത്ര എൻജിൻസ് വേണം, ഒരു 100 കാർ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് എത്രയൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് MRP ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് റീഓർഡർ പോയിൻറ്റ്. റീഓർഡർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിലത്തെ സ്റ്റോക്ക് തീരുമ്പോൾ അടുത്തത് ഓർഡർ ചെയ്യാനുള്ള സമയമായി അല്ലെങ്കിൽ ആ ഒരു ലെവൽ എത്തി എന്ന് തീരുമാനിക്കുന്നൊരു പോയിൻ്റാണ് റീഓർഡർ പോയിൻ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി 100 യൂണിറ്റാണ് ദിവസം സെല്ല് ചെയ്യണത്. 5 ദിവസം എടുക്കും അവർക്ക് പുതിയൊരു ഓർഡർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ROP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 50 യൂണിറ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു കണക്കാക്കുന്ന ഒരു ലെവലിനെയാണ് ROP എന്ന് പറയുന്നത്. ROP ഈസ് ദ ലെവൽ ഓഫ് ഇൻവെൻട്രി അറ്റ് വിച്ച് എ കമ്പനി ഷുഡ് പ്ലേസ് എ ന്യൂ ഓർഡർ ടു റിപ്ലനിഷ് stock. It is calculated to prevent stock outs during the time it takes for the new order to arrive. അതായത് പുതിയ ഓർഡർ വരുന്നത് വരെ ഇത് സ്റ്റോക്കൊന്നും ഇല്ലാണ്ട് കമ്പനി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം കസ്റ്റമർ വരുമ്പോൾ സാധനങ്ങൾ കൊടുക്കണ്ടേ. അപ്പോൾ അത്തരത്തിൽ വേണ്ടിയിട്ടാണ് ഈ റീഓർഡർ പോയിൻ്റൊക്കെ നമ്മൾ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്റ്റോക്ക് കമ്പനിയിലേക്ക് സാധനങ്ങൾ എടുക്കുന്നത്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഒരു കാര്യം എത്ര ഫ്രീക്വൻസിയിൽ ഇത് സംഭവിക്കുന്നു എന്നിങ്ങനെ ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ കൊടുക്കുന്നതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ശമ്പളം കൊടുക്കുന്നതിൻ്റെ റേഞ്ച്, അതായത് 30,000 തൊട്ട് 40,000 വരെ, 20,000 തൊട്ട് 30,000 വരെ, ഇതൊക്കെ എത്ര പേർക്ക് ഇത്ര കൊടുക്കുന്നു എന്നുള്ള ആ ഒരു ഡാറ്റ പോയിൻ്റ് നമുക്ക് ഗ്രാഫ് രൂപത്തിൽ കിട്ടും. അതായത് ഗ്രാഫ് രൂപത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ശമ്പള നിരക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഹിസ്റ്റോഗ്രാം ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ദാറ്റ് യൂസസ് ബാർസ് ടു ഷോ ദി ഫ്രീക്വൻസി ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ഇൻ എ സ്പെസിഫൈഡ് റേഞ്ചസ്. ഇറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ ഡാറ്റ. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അഥവാ വാട്ട് ഈസ് SQC എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. അപ്പോൾ SQC ഈസ് ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ടു മോണിറ്റർ ആൻഡ് മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇറ്റ് ഇൻവോൾവ്സ് യൂസിങ് കൺട്രോൾ ചാർട്ട്സ് ആൻഡ് സാമ്പിളിംഗ് പ്ലാൻസ് ടു ഡിറ്റക്റ്റ് ആൻഡ് പ്രിവെൻറ്റ് ഡിഫെക്ട്സ്. അതായത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രമാത്രമുണ്ട് എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരു സ്ക്രൂ നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഡയാമീറ്റർ, അതായത് അതിൻ്റെ ഒരു അളവൊക്കെ ഉണ്ടാവില്ലേ, അത് പല സാധനങ്ങൾക്കും പല സ്ക്രൂ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡയാമീറ്ററൊക്കെ എന്ത് ചെയ്യും, അളന്നുകൊണ്ടിരിക്കും. കാരണം അല്ലെങ്കിൽ അത് ഡിഫക്റ്റായി പോകില്ല. സാധനം പല രീതിയിലുള്ള സൈസിലുള്ള സ്ക്രൂ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. A manufacturing plant uses a control chart to monitor the diameter of a screw over time and it ensures stays within acceptable limits. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സെല്ലുലാർ ലേഔട്ട്. സെല്ലുലാർ ലേഔട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സൈക്കിളിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി സങ്കല്പിക്കുക.
അവിടെ കട്ടിങ്ങിനൊരു സെക്ഷൻ ഉണ്ടാവും, വെൽഡിങ്ങിനൊരു സെക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിനെ പകരം ഒരു സെല്ലുകളായിട്ട് ഇവരെന്ത് ചെയ്യും, തരം തിരിക്കും. അതായത് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യും, ഒരു സെല്ലായിട്ട് കണക്കൂട്ടിയിട്ട് ഒരു സെക്ഷനിലേക്ക് മാറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ ബാറിൻ്റെ സെല്ലിനെ അതിന് ഹാൻഡിൽ ബാർ സെല്ലെന്ന് സെക്ഷൻ ആക്കിയിട്ട് പറഞ്ഞിട്ട് അവിടെ എന്തുണ്ടാവും, കട്ടിങ്ങും ഉണ്ടാവും, അവിടെ വെൽഡിങ് ഉണ്ടാവും. അങ്ങനെ ഓരോ സെല്ലുകളായിട്ട് തിരിക്കും. അടുത്തത് ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്ന ഭാഗമാണെങ്കിൽ ആ സെക്ഷനിൽ ഡ്രില്ല് ഉണ്ടാവും, ജോയിൻറ്റ് ഫ്രെയിം ഉണ്ടാവും, അങ്ങനെ പലതായിട്ട് സെല്ലുകളായിട്ട് തിരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനാണ് സെല്ലുലാർ ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലുലാർ ലേ ഔട്ട് ഈസ് എ ഫെസിലിറ്റി ലേ ഔട്ട് വെയർ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു സെൽസ്. ഈച്ച് സെൽ ഈസ് ഡിസൈൻഡ് ടു പെർഫോം എ കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഫോർ എ സ്പെസിഫിക് ഫാമിലി ഓഫ് പാർട്സ് or products, improving efficiency and flexibility. Example, in a metal shop, all the machines needed to make gear X, അതായത് ലേറ്റ്സ്, ഡ്രിൽസ്, ഗ്രൈൻഡേഴ്സ്, ഇതൊക്കെ they are placed together in one cell. ഇനി അടുത്തതാണ് അസംബ്ലി പ്രോസസ്സ്. അസംബ്ലി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആവണ വരെ അതിൻ്റെ എന്താ പറയുക, ജോയിനിങ്ങും ഫിക്സിങ്ങും അസംബ്ലിങ്ങും ഒക്കെ വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസംബ്ലിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് പലതും കൂട്ടിച്ചേർത്ത് ഫിക്സ് ചെയ്ത് വരുമ്പോഴാണല്ലോ ഒരു ഫൈനലായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടയർ, ഹാൻഡിൽ ബാർ, ഫ്രെയിം എല്ലാം ജോയിൻ്റ് ചെയ്തിട്ട് വരുമ്പോഴാണല്ലോ ഫൈനലായിട്ടൊരു സൈക്കിളായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ അസംബിൾ ചെയ്ത് പോകുന്ന, ഫിറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസംബ്ലി പ്രോസസ്സ് എന്ന് പറയുന്നത്. അസംബ്ലി പ്രോസസ്സ് ഈസ് ദ മാനുഫാക്ചറിങ് സ്റ്റേജ് വെർ വേരിയസ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്സ് ഓർ പാർട്സ് ആർ ജോയിൻഡ് ടുഗെദർ ടു ക്രിയേറ്റ് എ ഫൈനൽ ഫിനിഷ്ഡ് product. Example, bolting the engine, wheels and body parts together to complete a motorcycle. ഇനി അടുത്തതാണ് വാട്ട് ആർ ക്വാളിറ്റി സർക്കിൾസ്. ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിലത്തെ സ്റ്റാഫുകൾ അഥവാ എംപ്ലോയീസ് അവരെന്ത് ചെയ്യും, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് അവർ സ്വമേധയായിട്ട്, വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അവരെന്ത് ചെയ്യും, കുറച്ച് ഗ്രൂപ്പുകളായിട്ട് ഏകദേശം 6 to 12 മെമ്പേഴ്സുള്ള ഗ്രൂപ്പാക്കിയിട്ട് ഫോം ചെയ്യും. സെയിം വർക്ക് ഏരിയ എന്നുള്ള ആളുകളായിരിക്കും കേട്ടോ. അവർ റെഗുലറായിട്ട് മീറ്റ് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പുരോഗമനം വരുത്താം, അല്ലെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി സർക്കിൾസ് ആർ സ്മോൾ വോളണ്ടറി ഗ്രൂപ്പ്സ് ഓഫ് എംപ്ലോയീസ്, യൂഷ്വലി 6 to 12 ഫ്രം ദ സെയിം വർക്ക് ഏരിയ ഹു മീറ്റ് റെഗുലർലി ടു ഐഡൻറ്റിഫൈ, അനലൈസ് ആൻഡ് സോൾവ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് റെക്കമെൻഡ് സൊല്യൂഷൻസ് ടു ദി മാനേജ്മെൻറ്റ്. എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് ബാങ്ക് ടെല്ലേഴ്സ് മീറ്റിംഗ് വീക്ക്ലി ടു ഡിസ്കസ് വേസ് ടു റെഡ്യൂസ് കസ്റ്റമർ വെയിറ്റിംഗ് ടൈം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിലത്തെ ടെല്ലേഴ്സൊക്കെ കൂടിയിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ട് അവരിങ്ങനെ തീരുമാനിക്കും നമുക്ക് കസ്റ്റമേഴ്സ് പരമാവധി അവരെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പാക്കി എങ്ങനെ ചെയ്തു കൊടുക്കാം, അങ്ങനെയൊക്കെ മീറ്റിംഗൊക്കെ വെച്ച് കാര്യങ്ങൾ സൊല്യൂഷൻ ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കപ്പാസിറ്റി. ഡിഫൈൻ കപ്പാസിറ്റിയാണ് ചോദ്യം. ഡിഫൈൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ പേര് വെച്ച് എഴുതിയിട്ട് ആണ് അതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് വാട്ട് ഈസ് കപ്പാസിറ്റിയുടെ ആൻസറാണ്. ഡിഫൈൻ കപ്പാസിറ്റി എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ വാട്ട് ഈസ് കപ്പാസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പാസിറ്റി ഈസ് എ മാക്സിമം ഔട്ട്പുട്ട് റേറ്റ് ഓർ മാക്സിമം amount of work that a process or an organization can complete in a given period of time. അതായത് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി സ്ഥലത്ത് അവർക്ക് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വർക്ക്, അതിനെയാണ് പറയുന്നത് എന്തെന്ന്, കപ്പാസിറ്റി. അതായത് നമ്മൾ അറിയില്ല ഒരാളുടെ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്, അതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിക്ക് ഒരു മാസത്തിനുള്ളിൽ, ഒരു നിശ്ചിത ടൈം ഉണ്ട് കേട്ടോ, നിശ്ചിത ടൈമിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ എത്ര കാറുകൾ, മാക്സിമം നമ്പർ ഓഫ് കാറുകൾ അവർക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് ഫുഡ് സെർവ് ചെയ്യാം, അങ്ങനെ അത്തരത്തിൽ ആ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ എത്ര വർക്ക് ചെയ്യാമെന്ന് പറയുന്നതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഡിഫൈൻ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അതും ഡിഫൈൻ എന്നാണ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ ഇവിടെ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ആൻസറാണ് കൊടുത്തേക്കുന്നത്. ഡിഫൈൻ എന്നുള്ളതിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഇൻപുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അങ്ങനെ അതിൻ്റെ എൻറ്റയർ പ്രോസസ്സ്, അത് കഴിഞ്ഞ് വരുന്നതിൻ്റെ ആ എൻറ്റയർ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ മാനേജ് ചെയ്യുന്ന ആ കാര്യങ്ങളെയാണ് POM, പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആവാം, ലേബർ, അതായത് ലേബർ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, ഇതൊക്കെ എന്താണ്, ഇൻപുട്ടാണ്. അതിൽ കൂടെ എന്ത് ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. ഇതൊക്കെ ഒന്ന് റെഡിയായി സെറ്റായിട്ട് പിന്നെ ഫൈനലി ഔട്ട്പുട്ടാണ് കിട്ടുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ. അപ്പോൾ ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിൽ കൂടെ, പ്രോസസ്സിൽ കൂടെ പ്ലാൻ ചെയ്തിട്ടും ഓർഗനൈസ് ചെയ്തിട്ടും ഇൻപുട്ട് കൊടുത്തിട്ടും ഫൈനലിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു പ്രൊസീജിയറിനെയാണ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അത് മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് POM എന്ന് പറയുന്നത്. So production and operation management is the management of resources and processes that transform inputs like raw materials, labor and capital into goods and services output. It involves planning, organizing, directing and controlling the conversion process. Example, overseeing the entire process of turning cocoa beans into chocolate bars. അതായത് നമ്മൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇൻപുട്ടായിട്ട് എന്ത് കൊടുക്കും, കൊക്കയുടെ ബീൻസ് കൊടുത്തിട്ട് പിന്നെ അതിൽ ബാക്കി ഷുഗറും കാര്യങ്ങളും എല്ലാം കൊടുത്തും ആഡ് ചെയ്തും പിന്നെ അത് മെഷീനറീസിൽ കൂടെ പോയി പല പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും, ചോക്ലേറ്റ് ബാർസ് കിട്ടും. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് POM എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു പ്രൊസീജിയർ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയാണ് അത് ചെയ്തിട്ട്, ഏതൊക്കെ രീതിയിലാണ് ചെയ്തിട്ട് അത് അവസാനം ഒരു ഫൈനൽ പ്രൊഡക്റ്റായി മാറേണ്ടത് എന്നുള്ളൊരു പ്രൊസീജിയർ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, അത് ഷീറ്റാക്കി മുറിക്കണം, ഫസ്റ്റത്തെ പ്രോസസ്സ്. രണ്ടാമത്തത് അതിനെ പോളിഷ് ചെയ്യണം. മൂന്നാമത്തത് അതിൽ ഹോൾസ് അടിക്കണം. അങ്ങനെ ഓരോ പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ, അതൊരു ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോൾ അങ്ങനെ ഒരു റൂട്ട് നിർണ്ണയിക്കും. അതിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. റൂട്ടിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ പാത്ത് ആൻഡ് സീക്വൻസ് ഓഫ് ദി ഓപ്പറേഷൻസ് that will be followed to transfer raw materials into a finished product. It specifies what operations are performed, where are they performed, and in what order. Example, a process route sheet might specify that raw steel must first go to the cutting machine, then the drill press, ദെൻ ഫൈനലി ദി ഗ്രൈൻഡിങ് സ്റ്റേഷൻ. അതായത് ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ആദ്യം കട്ടിങ് മെഷീനിൽ പോകും, പിന്നെ ഡ്രില്ല് ചെയ്യാൻ പോകും, പിന്നെ ഗ്രൈൻഡിങ് സ്റ്റേഷനിൽ പോകും. അങ്ങനെ അത്തരത്തിൽ കുറേ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2023 ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ 2 മാർക്കിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യണം ഇത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 5th സെം ആവാറായി. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാവും. അപ്പോൾ എന്തായാലും കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത്. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലായിരിക്കും അത് ഇടുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.